സലിമേട്ടൻ ഈ പടത്തിൽ എണ്ണി പറയുന്ന IPC സെഷൻസിലെ അതിനി കാണത്തില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPC കുറിച്ചാണ്. 2024 ജൂലൈ 1 മുതൽ ഭാരതീയ ന്യായ സംഹിത അഥവാ BNS നിലവിൽ വന്നിരിക്കുകയാണ്. 1834 ഇന്ത്യയിൽ ലോ കമ്മീഷന്റെ ചെയർമാനായി എത്തിയ ലോർഡ് മക്കോളി പ്രഭുവാണ് IPCയുടെ കരട് രൂപം 1937 തയ്യാറാക്കിയത്. അത് പ്രകാരമാണ് 1860 നമുക്കെല്ലാവർക്കും അറിയുന്ന IPC നിലവിൽ വന്നത്. 2020 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൺബീർ സിംഗിൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയെ ക്രിമിനൽ ലോസിൻ്റെ പരിഷ്കരണത്തിനായി നിയോഗിക്കുകയുണ്ടായി. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഭാരതീയ ന്യായ സംഹിത രൂപം കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ പ്രൊവിഷൻസും പിന്നെ അതിൻ്റെ ചില ചലഞ്ചസും അതിൻ്റെ സാധ്യതകളെയും പറ്റിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് പലരെയും ജയിലിലാക്കിയ ഒരു വകുപ്പായിരുന്നു സെഡീഷൻ. അപ്പോൾ അതിനൊരു പകരമുള്ള ഒരു സെക്ഷൻ ഈ പറയുന്ന BNSൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പകരം രാജ്യത്തിൻ്റെ യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും ബാധിക്കുന്ന കാര്യങ്ങളെ പ്രൊവിഷൻ 150ൽ ഉൾപ്പെടുത്തിയതായിട്ട് കാണാം. ജോസഫ് ഷൈൻ കേസിൽ സുപ്രീം കോടതി അഡൾട്ടറി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വിവാഹേതര ലൈംഗിക ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രൊവിഷൻ BNSൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ നവജോത് സിംഗ് ജോഹറിൻ്റെ കേസിൽ സെക്ഷൻ 377 അതായത് ഹോമോസെക്ഷാലിറ്റി സംബന്ധിച്ച ആ ഒരു സെക്ഷൻ ഡീക്രിമിനലൈസ് ചെയ്യുകയുണ്ടായി. പകരം ഒരു സെക്ഷൻ ഈ ഒരു BNSൽ ഉൾക്കൊള്ളിത്തിയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളൊരു കേസാണ് അട്ടപ്പാടിയിലെ മധുവിൻ്റെ മരണം, ശരിയല്ലേ? ആൾക്കൂട്ട ആക്രമണങ്ങൾ തടയാനായിട്ട് അതൊരു പ്രത്യേക ഒഫൻസായിട്ട് BNSൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 7 വർഷം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമായിട്ടാണ് ഈ ഒരു ഒഫൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പുതുതായിട്ട് 2 വകുപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടെററിസം ആണ്. ടെററിസത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡെഫിനേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം. നമ്മൾ ഇടയ്ക്കിടെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഹിറ്റ് ആൻഡ് റൺ, ശരിയല്ലേ? ഒരാളെ വണ്ടി ഇടിക്കുന്നു, വണ്ടി നിർത്താതെ പോകുന്നു, അയാൾ രക്തം വാർന്ന് മരിക്കുന്നു. ഇതിന് എതിരെയുള്ള ഒരു വകുപ്പ് കൂടി BNSലുണ്ട്. പക്ഷേ അതിന് പണിഷ്മെൻറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് സമരമൊക്കെ നടന്നുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. അതിൻ്റെ കാര്യത്തിലുള്ള പുരോഗതി വരുന്ന ദിവസങ്ങളിൽ തന്നെ ലഭ്യമാകുമെന്ന് വിചാരിക്കാം. IPCയിൽ പലയിടങ്ങളിലായിട്ട് ചിതറിക്കിടന്നിട്ടുള്ള ചൈൽഡ് ആൻഡ് വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളെ ഒന്നിച്ച് ക്രോഡീകരിച്ച് ചാപ്റ്റർ 5 BNSൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പണിഷ്മെൻ്റായിട്ട് സോഷ്യൽ സർവീസ്, അതായത് സാമൂഹ്യ സേവനം ഒരു പണിഷ്മെൻ്റ് എന്ന രീതിയിൽ ചെറിയ ക്രൈമിനെല്ലാം കൊടുക്കുക എന്നുള്ളത്. അത് റിഫോമേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് നമുക്ക് പണിഷ് ചെയ്യുന്നതിലുപരി റിഫോമാണ് ലക്ഷ്യം. ഇത് സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ ഇത് ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് പിന്നീട് വിലയിരുത്താവുന്നതാണ്. BNSലെ ടെററിസത്തിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് ഇൻറ്റൻഡഡ് ടു ഇൻറ്റിമേറ്റ് പബ്ലിക് ഓർഡർ. അപ്പോൾ നമുക്ക് പബ്ലിക് ഓർഡറിന് എന്തെങ്കിലും പ്രശ്നം പറ്റാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അപ്പോൾ അതെന്ത് ചെയ്യും, അതൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ലോക്കൽ ലെവലിൽ നടക്കുന്ന ആക്ടിവിറ്റീസും ചിലപ്പോൾ ബ്രീച്ച് ഓഫ് പീസ് ഉള്ളതുകൊണ്ട് ടെററിസ്റ്റായിട്ട് കണക്കാക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കൊളോണിയൽ ഹാങ് ഓവർ കളയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയൊരു ലോ കൊണ്ടുവരുമ്പോഴും പല പ്രൊവിഷൻസും IPCയിലുള്ള സെക്ഷൻസുമായിട്ട് വളരെ സിമിലറാണ്. പിന്നെ LGBT കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് എതിരെയുള്ള സെക്ഷൽ അതിക്രമങ്ങൾ തടയാൻ ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻ നിലവിൽ ഇതിൽ BNSൽ കുറവാണെന്ന് പറയാം. അതുപോലെ IPCയിലാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഫ്രം പ്രോസിക്യൂഷൻ കൊടുത്തേക്കുന്നത് അൺസൗണ്ട് മൈൻഡ് ഉള്ളവർക്കാണ്. പക്ഷേ അത് വേർഡ് ചേഞ്ച് ചെയ്തിട്ട് മെൻ്റൽ ഇൽനെസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മെൻ്റൽ ഇൽനെസ് എന്ന് പറയുമ്പം അതിൽ മെൻ്റൽ റിട്ടാർഡേഷൻ വരത്തില്ല, അതായത് ബുദ്ധിമാന്ദ്യം ഉള്ളവർ വരത്തില്ല, പക്ഷേ ആൽക്കഹോൾ അബ്യൂസീവ് ഉള്ളവർ വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ള ചിലർക്ക് ഈ പറയുന്ന പ്രോസിക്യൂഷൻ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ മദ്യപിച്ച ചിലർക്ക് ഈ പറയുന്ന പ്രോസിക്യൂഷൻ ഒഴിവാക്കി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മറൈറ്റൽ റേപ്പ് ലീഗലൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഈ ഒരു BNSലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്തൊക്കെയായാലും 164 വർഷം നീണ്ടുനിന്ന ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു നിയമം പുതുതായിട്ട് മാറ്റിയെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ. ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു നിയമമായിട്ട് തന്നെ വരും. BNSനെ കുറിച്ച് എല്ലാവർക്കും ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കും സ്കൂൾ കുട്ടികൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ആർക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.